എല്ലാവർക്കും നമസ്തേ. അങ്ങനെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഭാരതത്തിൻ്റെ ഇച്ഛാശക്തി എന്താണെന്നും ഭാരതത്തിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ ആ ദീർഘവീക്ഷണം എന്താണെന്നും ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം 2 ആഴ്ച മുമ്പ് നമ്മുടെ കുറേ പൗരന്മാരെ പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ തീവ്രവാദികൾ വെടിവെച്ച് വീഴ്ത്തി. അതിനെ വളരെയേറെ സംയമനത്തോടു കൂടിയാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ഈ തീവ്രവാദം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ കേന്ദ്രങ്ങൾ മാത്രം, പാകിസ്ഥാനിലെ ആ കേന്ദ്രങ്ങൾ മാത്രം നമ്മൾ അവിടുത്തെ ഒരു ജനങ്ങൾക്ക്, പൗരന്മാർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ആ കേന്ദ്രങ്ങൾ മാത്രം നമ്മൾ തകർത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു, നമ്മൾക്ക് ആക്രമിക്കാൻ ഒട്ടും ആഗ്രഹമില്ല, നമ്മുടെ രാജ്യത്തിന് എതിരെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തന കേന്ദ്രങ്ങൾ മാത്രം നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കൊരു യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഇതിൽ ഈ തെമ്മാടി രാജ്യമായ പാകിസ്ഥാൻ പാഠം ഉൾക്കൊള്ളണം എന്ന് നമ്മൾ അവരോട് പറഞ്ഞിട്ടും, ലോകത്തോട് മൊത്തം നമ്മൾ പറഞ്ഞിട്ടും അവർ അത് മാനിക്കാൻ തയ്യാറാകാതെ കഴിഞ്ഞ ദിവസം അവർ ഇന്ത്യക്ക് എതിരെ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. നിരവധി ഡ്രോണുകളും മിസൈലുകളും നമുക്ക് നേരെ, നമ്മുടെ ഇന്ത്യൻ അതിർത്തി കടന്ന് എത്തി നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ നമ്മുടെ സൈന്യം ഇതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ഉണ്ടായത്. അതിന് പകരമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മളെ ആക്രമിച്ചാൽ അതേ രീതിയിൽ തന്നെ തിരിച്ചാക്രമിക്കും എന്ന് നമ്മൾ നേരത്തെ ലോകത്തോടും പറഞ്ഞിരുന്നു, പാകിസ്ഥാനോടും പറഞ്ഞിരുന്നു. നമ്മുടെ നേരെ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മുടെ ഒരു പൗരന് പോലും ഈ ഡ്രോണുകളോ മിസൈലുകളോ കൊണ്ട് പോറിലേറ്റിട്ടില്ലെങ്കിലും എങ്കിലും പാകിസ്ഥാൻ കാശ്മീരിൽ ഷെല്ലാക്രമണത്തിൽ നമ്മുടെ നിരപരാധികളായ നിരവധി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അവർ കൊന്നുതള്ളി. നമ്മൾ അതിനും തിരിച്ചടി കൊടുത്തു. ഈ ഡ്രോൺ ആക്രമണം, മിസൈൽ ആക്രമണം അവർ അതുകൂടാതെയാണ് നടത്തിയത്. നമ്മളതിന് ശക്തമായ തിരിച്ചടി കൊടുത്തു. അവരുടെ രാജ്യത്തിനുള്ളിൽ കയറി അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത് തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം അവിടോട്ട് ഒരു വിമാനം ചെന്നാൽ, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരുടെ ആ വ്യോമ പ്രതിരോധ ശക്തിയെ തന്നെ, ആ റഡാറുകളെ, സംവിധാനങ്ങളെ മൊത്തം നമ്മൾ തകർത്ത് തരിപ്പണമാക്കി. അതുപോലും ഒരു സൂചനയായി, മുന്നറിയിപ്പായി അവർ മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് അവർ ശക്തമായി നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും വിട്ട് നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ, ജനവാസ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതെല്ലാം നമ്മുടെ ശക്തമായ ഈ വ്യോമ പ്രതിരോധ സംവിധാനം വെച്ച് നമ്മൾ അതിനെ തടഞ്ഞ് അതിനെ നശിപ്പിച്ച്, ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അതും നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ശക്തമായ തിരിച്ചടി നമ്മൾ കൊടുക്കുകയും ചെയ്തു. കറാച്ചി തുറമുഖം, അവരുടെ തന്ത്രപ്രധാനമായ കറാച്ചി തുറമുഖം നമ്മൾ മിസൈല് അയച്ച് തകർത്ത് തരിപ്പണമാക്കി. അവരുടെ രാജ്യ തലസ്ഥാനമായ ഇസ്ലാമാബാദ് നമ്മൾ ശക്തമായ ആക്രമണം നടത്തി. പത്താൻകോട്ട് ഉൾപ്പെടെ നിരവധി അവരുടെ, പത്താൻകോട്ട് നമ്മുടെ രാജ്യത്തിനുള്ളിലാണെന്ന് തോന്നുന്നു, അവരുടെ പത്താൻകോട്ടിലെ റാവൽപിണ്ടി ഉൾപ്പെടെയുള്ള അവരുടെ കേന്ദ്രങ്ങൾ നമ്മൾ തകർത്ത്, മിസൈൽ അയച്ച് തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ടും നമ്മൾ ആ യുദ്ധം കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചു. നമ്മൾ പറഞ്ഞതുമാതിരി നമ്മളെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് രീതിയിൽ തന്നെയാണ് നമ്മൾ ആക്രമണം നടത്തിയത്. അത് വ്യക്തമായ ഒരു സൂചനയാണ് നമ്മൾ പാകിസ്ഥാന് കൊടുത്തത്. പക്ഷേ എന്നിട്ടും അവർ അത് പഠിക്കാതെ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ അവർ വീണ്ടും ആക്രമണത്തിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും രസകരമായ വസ്തുത അതല്ല, അവിടുത്തെ പ്രധാനമന്ത്രിയുടെ വസതിക്കടുത്ത് വരെ നമ്മുടെ ആക്രമണം നമ്മൾ നടത്തി അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അതോടുകൂടി ഭയന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ബങ്കറിൽ പോയി ഒളിച്ചു. അവിടുത്തെ സൈനിക നേതാവ് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അത് ഏത് മാളത്തിൽ പോയി ഒളിച്ചു എന്ന് പോലും ലോകത്തിന് തന്നെ അറിയില്ല, പാകിസ്ഥാനികൾക്കും അറിയില്ല. അതേ ഒരു സ്ഥിതിവിശേഷത്തിൽ
നിന്നിട്ടുകൂടി എത്തിയിട്ടുകൂടി പാകിസ്ഥാൻ വീണ്ടും നമ്മുടെ നേരെ ആക്രമണത്തിന് മുതിരുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും അവരതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളതിന് ശക്തമായ തിരിച്ചടി കൊടുക്കും എന്നുള്ളതും നമുക്ക് എല്ലാം വ്യക്തമായ കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഈ രാജ്യവിരുദ്ധരായിട്ടുള്ള ചില ശക്തികളുണ്ട്. അവരിത് പാഠമായി ഉൾക്കൊള്ളണം. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമല്ല ഭാരതം ഭരിക്കുന്നത്, ഭരണ നേതൃത്വമല്ല. ഇങ്ങോട്ട് ഏതെങ്കിലും രീതിയിൽ ആക്രമണം ഉണ്ടായാൽ അവരെ മുച്ചൂടും നശിപ്പിക്കുന്ന ഒരു ആർജവമുള്ള ആ ഒരു ദൃഢനിശ്ചയമുള്ള സർക്കാരാണ് ഭാരതം ഭരിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുള്ള ഈ ദേശവിരുദ്ധ ശക്തികൾക്ക് അത് തിരിച്ചറിയണം. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയർ എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ ചെറുക്കുന്നത്. അതിൽ ഈ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഇല്ലാതെ നമ്മൾ ഭാരതീയർ ഒറ്റക്കെട്ടായി നിന്നാണ് പാകിസ്ഥാനെതിരെ പോരാടുന്നത്. കാരണം നമ്മൾ മതപരമായിട്ടുള്ള വിഭാഗീയതയിലല്ല നമ്മൾ ആക്രമണം നടത്തുന്നത്. പാകിസ്ഥാൻ നേരെ തിരിച്ചാണ്. അവരെ ഇന്ത്യയിൽ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി അവർ മതം തെരഞ്ഞാണ് അവരാണെങ്കിൽ ഇവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. ഈ നിരപരാധികളെ വെടിവെച്ച് കൊന്നത്. ആ വെടിവെച്ച് കൊന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇന്ത്യയിൽ മതപരമായ ധ്രുവീകരണം ഉണ്ടാകണം, ജനങ്ങളെ വിഭജിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിൽ അതുപോലെ അവരെ പിന്തുണയ്ക്കുന്ന കുറേ സംഘടനകളുണ്ട്. പിന്നെ അതിനകത്തിലെ പ്രധാനപ്പെട്ട സംഘടനയൊക്കെ നിരോധിച്ച് അവരുടെ നേതാക്കന്മാരെ അകത്ത് ജയിലിലറയ്ക്കുള്ളിൽ അടച്ചെങ്കിലും അവരുടെ ഒരു രാഷ്ട്രീയ മുഖം ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വേറൊരു സംഘടന ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ ഈ ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന അവരുടെ പിന്നെ ഇന്ത്യൻ ഘടകം അവരുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ അടുപ്പുകൂട്ടി ചർച്ചകൾ നടത്തി ഇന്ത്യക്കെതിരായിട്ടും രാജ്യഭരണത്തിനെതിരായിട്ടും പ്രധാനമന്ത്രിക്കെതിരായിട്ടും ഒക്കെ വളരെ മോശമായിട്ട്, രാജ്യത്തിനെതിരായിട്ടും സൈന്യത്തിനെതിരായിട്ടും വളരെ മോശമായിട്ട് ഉള്ള പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിലും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം, ഇവിടുത്തെ ഹിന്ദു സമൂഹം, ക്രിസ്ത്യൻ സമൂഹം എല്ലാം ഞങ്ങൾ ഭാരതീയർ ഒന്നാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമാണ്, നമ്മുടെ ശക്തി അതാണ്. കാരണം നമ്മളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ കഴിയുക ഇല്ല എന്നുള്ള ആ ഒരു സന്ദേശമാണ് ലോകത്തിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം, ഇത് കണ്ടു കഴിയുമ്പോഴെങ്കിലും ഈ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ രാജ്യവിരുദ്ധ ശക്തികൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരു ഇച്ഛാശക്തിയുള്ള ഒരു പ്രധാനമന്ത്രിയാണെന്നും ഭരണ നേതൃത്വമാണെന്നും ഭരണകൂടമാണെന്നും മനസ്സിലാക്കി രാജ്യനന്മയ്ക്കായി പ്രവർത്തിക്കുക. അവരുടെ ഉള്ളിലുള്ള രാജ്യവിരുദ്ധത മാറ്റിവെച്ചിട്ട് ഞങ്ങൾ ഭാരതീയരാണ് എന്നുള്ള ചിന്തയിൽ തന്നെ മുന്നോട്ട് പോവുക. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പേരുണ്ട് മനസ്സിൽ നിന്ന് നമ്മുടെ ഭാരതം എന്നുള്ള ആ ഒരു ചിന്ത അങ്ങോട്ട് ഇളക്കി മാറ്റിയിട്ട്, ഭാരതത്തിന് അവൻ്റെ ഉള്ളിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ട് ചൈന എന്നുള്ള ആ ഒരു വികാരത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പല ആൾക്കാരുമുണ്ട് ഇവിടെ. അവർ ചങ്കാണ് ചൈന, ചങ്കാണ് ചൈന, ചങ്കാണ് ചൈന എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവരാണ്. അവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ ഈ ഊറ്റം കൊള്ളുന്ന രാജ്യമാണ് ഇപ്പം ഈ തെമ്മാടി രാഷ്ട്രമായ പാകിസ്ഥാന് ആയുധങ്ങളും പിന്തുണയെല്ലാം കൊടുത്ത് നമുക്കെതിരെ യുദ്ധം ചെയ്യിക്കുന്നത്. അവർ കൊടുത്ത ആയുധങ്ങൾ പോലും നമ്മുടെ ആയുധങ്ങൾക്ക് ഒരു 100 അയലത്ത് വരികയില്ല എന്നുള്ളത് ഇന്നലെ നമ്മുടെ സൈന്യം കാണിച്ചു കൊടുത്തു. നമ്മുടെ ഈ നാട്ടിൽ ഒരു ചെറിയൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ അവർക്ക് കഴിയാതിരുന്നത്, അവരും ആ ചിന്ത വെടിഞ്ഞിട്ട് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുക, യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതാണ് നമുക്കും നമ്മുടെ രാജ്യത്തിനും അവർക്കും എല്ലാം നല്ലത്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.